بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 14-15 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വലമ്മാ ബലഗ അശുദ്ധഹ്, വലമ്മ ഇതിൽ മീം മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീമിന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നതാണ്. 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്നത്ത് നൽകുക. ബലഗ ഇതിൽ ഗൈനിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽപ്പെട്ട ഗൈൻ സ്വരഭാരത്തോടെ ഉച്ചരിക്കണം എന്നതാണ്. ബലഗ എന്ന് വെച്ചാൽ ഗൈൻ ഒഴിച്ച് മറ്റക്ഷരങ്ങളൊക്കെയും ഇസ്തിഫാലിൻ്റെതാണ്. അവയ്ക്കൊന്നും തന്നെ തഫ്ഖീം ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. തർത്തീബാണ് അവയ്ക്കെല്ലാം നൽകേണ്ടത്. വലമ്മ ബലഗ ബലഗ അശുദ്ധഹു അശുദ്ധഹു വ്യക്തമായി ഹർഫുകളൊക്കെ ഉച്ചരിക്കുക, അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ മൊഴിഞ്ഞുകൊണ്ട്. വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ, അശുദ്ധഹു എന്നതിലെ ദീർഘം അദ്ദുസ്സിലത്തു സുഗ്റ എന്ന ദീർഘമാണ്. ഹ ഉദ്ദമീർ അതിന്റെ തൊട്ടു മുമ്പും ശേഷവും ഹറക്കത്ത് വന്നതുകൊണ്ട് 2 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘമാണ് ഇവിടെ കൊടുക്കുക. വഖഫ് ചെയ്യുകയാണെങ്കിൽ അശുദ്ധ എന്ന് പറഞ്ഞ് സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുകയും വേണം. അതാണ് ഹ ഉദ്ദമീറിന്റെ നിയമം. അശുദ്ധഹു എന്ന് പറഞ്ഞ് നിർത്തുകയില്ല. അശുദ്ധ ദീർഘിപ്പിക്കുമ്പോൾ 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം തബീഇയായ ദീർഘം നൽകുക. മദ്ദുസ്സിലത്തു സുഗ്റ എന്നാണ് അതിന്റെ പേര്. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ വസ്തവ ആതൈനാഹു, വസ്തവ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. അവിടെ അലിഫ് മഖ്സൂറിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ദീർഘം ഒഴിവാക്കി 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം വസ്തവ ആതൈനാഹു എന്നും പാരായണം ചെയ്യാൻ അനുവാദമുണ്ട്. എന്നാൽ ദീർഘിപ്പിക്കുമ്പോൾ 4-5 ഹറക്കത്തിന്റെ അളവിൽ ആകാവുന്നതാണ്. ശേഷം അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസ വന്നതാണ്. ഇതിനുള്ള കാരണം മദ് മുൻഫസിൽ ജായിസ്. വസ്തവ ആതൈനാഹു ആതൈനാഹു ഹുക്മൻ വഇൽമ, ഹ ശേഷം ഹ ഹുറൂഫുൽ ഹൽഖുകളാണ്, തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരങ്ങൾ. ശ്രദ്ധിച്ചുച്ചരിക്കുക. ആതൈനാഹു ഹു എന്നൊന്നും ആയിപ്പോരുത്, ഹ പോലെ ആവരുത്. ആതൈനാഹു തൊണ്ടയുടെ അങ്ങേയറ്റമാണ്. ഹുക്മൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യവുമാണ്. വ്യക്തമായി 2 അക്ഷരങ്ങളും ഉച്ചരിക്കണം. പലപ്പോഴും തെറ്റുപറ്റാറുണ്ട് ആളുകൾക്ക്. ആതൈനാഹു ഹുക്മൻ വഇൽമ, ഹുക്മൻ കാഫ് ശിദ്ദത്തും ഹംസും ഉള്ള അക്ഷരമാണ്. ഹുക് ഹുക് എന്ന് ഉച്ചരിക്കുക. ഹുക്മൻ എന്ന ശബ്ദം ചലിച്ചു പോകരുത്. ഹുക്മൻ വഇൽമ, ഹുക്മൻ എന്നതിലെ തൻവീൻ ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹുക്മൻ വഇൽമ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. നജ്സി എന്ന് പറയുമ്പോൾ ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. നജ് നജ് എന്നിങ്ങനെ വ്യക്തമാക്കി നജ്സിൽ മുഹ്സിനീൻ എന്ന് ഉച്ചരിക്കുക. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇതുവരെ നാം ഈ വചനത്തിൽ സൂചിപ്പിച്ച ഗൈനിന്റെ ശബ്ദമൊഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങളും
ഇസ്തിഫാലിൻ്റെതായതുകൊണ്ട് തർക്കീഖ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈന് മാത്രമാണ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടത്. വദഖലൽ മദീന, വദഖല ഖാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാ ഉച്ചരിക്കുന്നു. വദഖലൽ മദീനത, വദഖലൽ മദീനത, ഖാ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം, സ്വരഭാരത്തോടെ ഖാഇനെ ഉച്ചരിക്കുക. അൽ മദീനത അലാ ഹീനി ഗഫ്ല, ഗഫ്ല എന്ന് പറയുമ്പോൾ ഗൈനിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹാ, ഗഫ്ലത്തിൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ഉച്ചരിക്കേണ്ടതാണ്. ഗഫ്ലത്തിൻ മിൻ, ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ അഹ്ലിഹാ, സാകിനത്തായ നൂൻ ശേഷം ഹംസ. ഇവിടെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. മിൻ അഹ്ലിഹാ ഫവജദ ഫീഹാ, ഫവജദ. വാവുകളൊക്കെ ശ്രദ്ധിക്കണം, നേരത്തെ കുറെ വാവുകൾ കഴിഞ്ഞു. വസ്തവ, വദഖല, ഫവജദ. വാവ് രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ വരണം എന്നത് എപ്പോഴും നാം ഉറപ്പിക്കാറുണ്ട്. ഫവജദ, ഫഉം വാവും അടുത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ താഴെ ചുണ്ടിന്റെ മധ്യഭാഗവും മേലെ മുൻപല്ലിന്റെ അറ്റവുമാണ് ഫഇന്റെ മഖ്റജ്. എന്നാൽ വാവ് രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലായി ചേർന്നുകൊണ്ട് വാവ് ചുണ്ടുകളിൽ നിന്ന് വരേണ്ടതാണ്. ഫവജദ ഫീഹാ റജുലൈനി, റജുലൈനി, റാ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. റജുലൈനി യഖ്തതിലാനി, യഖ്തതിലാനി. ഖാഫിന് ഖൽഖല സുഗ്റ കൊടുക്കുക. ഖാഫിന് തഫ്ഖീമുമുണ്ട്, ഇസ്തിഅലാന്റെ ഹർഫാണ്. ശബ്ദം ചലിപ്പിച്ച ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. യഖ്തതിലാനി, യഖ്തതിലാനി. ഹാദാ മിൻ ശീഅതി, ഹാദാ മിൻ ശീഅതി. മിൻ എന്നതിലെ സാകിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മറച്ചു മണിക്കുക, അവ്യക്തമാക്കുക. മിൻ, മിൻ എന്ന് ക്ലിയർ ആക്കാതെ മീൻ എന്ന് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാന്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഷീനാണ് ശേഷമുള്ളത്. മിൻ ശീഅതിഹി വഹാദാ, ഷീഅതിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്ത് സുഗ്റ എന്ന ദീർഘമാണ്. രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മാത്രം ഹാ ദമീറിന് ദീർഘം കൊടുക്കുക. വഹാദാ മിൻ അദുവി, വഹാദാ മിൻ അദുവി. അദൂ എന്ന് പറയുമ്പോൾ തന്നെ ചുണ്ട് രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കണം. അദുവി എന്ന് താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് പറയരുത്. മിൻ അദുവി. ഫസ്തഗാസഹു, മിൻ എന്നതിലെ സാകിനത്തായ നൂൻ ഇൽഹാർ ഹൽഖിയാണ്, ശേഷം ഐൻ ആയതുകൊണ്ട് മിൻ അദുവി. ഫസ്തഗാസഹു അല്ലെ, ഫസ്തഗാസ. അവിടെ ഗൈനിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കണം. ഗൈൻ ഇസ്തിഅലാന്റെ ഹർഫാണ്. ഫസ്തഗാസഹു അല്ലദീ, فاستغاثه الذي من شيعته. പദം വീണ്ടും ആവർത്തിക്കുന്നു. മിൻ ശീഅതി, സാകിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവി. അവിടെ വീണ്ടും മിൻ അദുവി, സാകിനത്തായ നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. من شيعته على الذي من عدوه فوكزه، فوكزه،
ഫവകസഹു മൂസ. ഫവും വാവും ചേർന്ന് വരുമ്പോൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു ഫവജദ പറഞ്ഞപ്പോൾ ഇവിടെയും അത് തന്നെ. ഫവകസഹു മൂസ. ഫവകസഹു എന്നതിലെ ഹായിന് മദ്ദുസിലത്ത് സുഗ്റ നൽകി ദീർഘം നൽകുക, 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം. മൂസ ഫഖദാ. ഫവകസഹു മൂസ ഫഖദാ അലൈഹി. ഖദാ ഖാഫിനും ضادിനും ضادിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇന്റെ ഹർഫുകളെയാണ് ഇവിടെ ഉച്ചരിക്കുന്നത്. ضادിനെ ദീർഘിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഫായിന് തഫ്ഖീം കൊടുക്കരുത്. ഖാഫ് ഉച്ചരിക്കുമ്പോൾ ഫായിനും കൂടി തഫ്ഖീം വന്നു പോകുന്നത് ചിലർക്കുണ്ടാകാം. അങ്ങനെ വരരുത്, സൂക്ഷിക്കണം. അവിടെ അലൈഹി എന്ന് ദീർഘിപ്പിച്ച് നിർത്താം. 4 ഹറക്കത്തിന്റെ അളവിൽ മിതത്വം സ്വീകരിക്കാം. ഇനി കൂടുതൽ വേണമെങ്കിൽ ദീർഘം ആകാം. ചേർത്തൊതുമ്പോൾ ആ ദീർഘം ഉണ്ടാവുകയില്ല. അലൈഹി ഖാല എന്നാണ് ചേർത്ത് വായിക്കുക. ഈ ദീർഘം മദ് ആരിദ് ലിസ്സുക്കൂന്റെ ഹുക്മാണ്. ആ ദീർഘം മദ് ലീൻ എന്ന ലീനിന്റെ ഹർഫിനെ യാഇനെയാണ് ദീർഘിപ്പിക്കുന്നത്. യാ സാക്കിനത്തും മുമ്പിൽ ഫത്ഹയും വരുമ്പോഴാണ് ലീനായി പരിഗണിക്കപ്പെടുക, ലീനിന്റെ അക്ഷരം. ഫഖദാ അലൈഹി ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഖാഫിന്റെ ദീർഘാക്ഷരമായ അലിഫിന് തഫ്ഖീം തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഹാദാ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്, തർഖീഖ് കൊടുക്കുക. ഖാല ഹാദാ മിൻ അമലി സക്നതാനൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മിൻ അമലി ശൈത്താൻ. ഷീന് വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് സീന് പോലെ ഒന്നും ആവരുത്. തഫഷി എന്ന പ്രത്യേകമായ സിഫത്തൊക്കെ ഷീനിൻ്റെതാണ്. അശ്ശൈത്താൻ എന്ന താഇനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. തടിപ്പിക്കുക ഉച്ചാരണത്തിൽ. അശ്ശൈത്താൻ. വഖഫിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പം ദീർഘമാകാവുന്നതാണ്. ആരിദായ ദീർഘമാണ്. മദ് ആരിദ് ലിസ്സുക്കൂൻ. മിൻ അമലി ശൈത്താൻ. ഇന്നഹു നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹാ ഉദ്ദമീറിന് മദ്ദുസിലത്ത് സൂറ ദീർഘം നൽകുക, 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം. ഇന്നഹു അദുവ്വും മുദില്ലും മുബീൻ. അദുവ്വുൻ വാവ് വ്യക്തമാക്കി ഉച്ചരിക്കുക. വാവിന്റെ തൻവീൻ പൂർണ്ണമായും ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ശേഷം മുദില്ലുൻ എന്നതിലെ തൻവീനും അതേ ഹുക്മ് തന്നെയാണ്. ഇദ്ഗാം ബിഗുന്ന കാമിൽ. 2 തൻവീനുകളെയും പൂർണ്ണമായ ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മുദില്ലുൻ ضادിന് കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. കസ്റായതുകൊണ്ട് ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇന്നഹു അദുവ്വും മുദില്ലും മുബീൻ. ഇന്നഹു എന്നതിലെ മദ്ദുസിലത്ത് സൂറ ആണ്. നേരത്തെ വന്നുപോയ അതേ ഹർഫ് ആവർത്തിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വ്യക്തമായി പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولما بلغ أشده واستوى آتيناه حكما وعلما وكذلك نجزي المحسنين. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان
فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل